മുസ്ലിങ്ങളെ യാഥാസ്ഥിതികരാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ മറ്റ് മതസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മതസ്ഥരെ മുസ്ലിങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ മാത്രമുള്ള, ഇസ്ലാം മത വിശ്വാസികൾ മാത്രമുള്ള ഒരു ഇന്ത്യ സൃഷ്ടിക്കുക. ഈ ഒരു സാഹചര്യം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സൃഷ്ടിക്കുക. അങ്ങനെ ഒരു ആഗോള ഇസ്ലാമിക വ്യവസ്ഥ, മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്ന വിചിത്രമായ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമുക്കറിയാം. ഏതായാലും ഇത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാനുള്ള ഒരു പ്രതികരണത്തിനുള്ള ശ്രമമല്ല, മറിച്ച് മാധ്യമരംഗത്ത് വലിയ ഇടപെടലുകൾ നടത്തിക്കളയാം എന്ന ഉദ്ദേശത്തോടെ ഏതാണ്ട് 4 ദശാബ്ദത്തോളമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനമായ മാധ്യമത്തിൽ ഇപ്പോൾ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ശമ്പളം കൃത്യമായി നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ പല മാസങ്ങളിലെയും ശമ്പളം വൈകിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടുത്തെ പത്രപ്രവർത്തകർ നടത്തിവരുന്ന സമരം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പത്രപ്രവർത്തകരുടെ സംഘടനയായ ഒട്ടൊക്കെ ഒരു ഇടതുപക്ഷ ചായ്വോടെ പ്രവർത്തിക്കുന്ന KUWJ, കേരള പത്രപ്രവർത്തക യൂണിയൻ, അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് KP റജി, അദ്ദേഹം മാധ്യമത്തിലെ ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു ദിവസം നീണ്ട 24 മണിക്കൂർ സമയത്തെ സമരം മാധ്യമത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ആസ്ഥാനമായ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഓഫീസിന് മുന്നിൽ നടത്തുകയുണ്ടായി. ഇതിൽ കുറെ പത്രപ്രവർത്തകര്, മാധ്യമപ്രവർത്തകര്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ മാധ്യമ മേഖലയുടെ അഭ്യുദയകാംക്ഷികളൊക്കെ പങ്കെടുത്തു. വിവിധ ട്രേഡ് യൂണിയനുകൾ പിന്തുണയുമായി രംഗത്തെത്തി. രാത്രി ചൂട്ട് കത്തിച്ചൊക്കെയുള്ള പ്രകടനങ്ങളൊക്കെ നടത്തി മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും നേടാനൊക്കെ ശ്രമിച്ചു. എന്നാൽ ആ സമരത്തിനൊപ്പം നിൽക്കുന്നവർ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് അതിന്റെ കാമ്പ് ഇതാണ്: ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങളെയോ മുഖ്യധാരാ മാധ്യമങ്ങളെയോ പോലും വിശ്വസിക്കാവുന്ന ഒരു കാലമല്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം അല്ലെങ്കിൽ ഈ പ്രസ്താവന ശരിയാണെങ്കിൽ മാത്രമേ ഈ പ്രതികരണത്തിനും അർത്ഥമുള്ളൂ. അങ്ങനെയാണ് എന്ന ധാരണയിലാണ് ഈ പ്രതികരണം മുന്നോട്ട് വയ്ക്കുന്നതും. ലേബർ കോഡും മാധ്യമ മേഖലയും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പുതിയ മാറ്റം സംഭവിക്കുക ലേബർ കോഡ് നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മാധ്യമരംഗത്ത് എന്ന് ലേബർ കോഡ് തന്നെ പരിശോധിച്ചുകൊണ്ട് വിലയിരുത്താനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ചില പാളിച്ചകൾ ഉണ്ടായേക്കാം, തെറ്റുകൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്നതിനും മടിയില്ല. എന്തായാലും മാധ്യമ മേഖലയ്ക്ക് ഈ ലേബർ കോഡ് എങ്ങനെ സഹായകമാകും, അല്ലെങ്കിൽ എന്താണ് ഈ ആരോപണത്തിന്റെ കാതൽ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. മാധ്യമം പത്ര മാനേജ്മെന്റിനെതിരെ പത്രപ്രവർത്തകർ നടത്തുന്ന സമരത്തിനിടെ ഉയർന്നു കേട്ട ഒരു കാര്യം ലേബർ കോഡ് നടപ്പാക്കുന്ന ആദ്യ സ്ഥാപനമായി മാറാനുള്ള ശ്രമമാണ് മാധ്യമ മാനേജ്മെന്റിന്റേത് എന്നാണ്. തൊഴിലുടമകൾ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നീക്കങ്ങളെല്ലാം രാജ്യത്ത് കേന്ദ്ര സർക്കാർ പാസാക്കിയ 4 ലേബർ കോഡുകൾ മൂലമാണ് എന്ന തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമോ ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ സത്യത്തിൽ ഈ സമയത്ത് കഴിയില്ല. മറ്റ് തൊഴിലാളികളെയും തൊഴിൽ മേഖലകളെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി കൂലങ്കഷമായി പഠിച്ച് തെളിവ് സഹിതം വാർത്തകൾ നിരത്തുന്ന പത്രപ്രവർത്തകര് തങ്ങളെ ബാധിക്കും എന്ന് ആശങ്കപ്പെടുന്ന ലേബർ കോഡുകൾ ശരിയായി വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അഥവാ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് സങ്കടകരവുമാണ്. ഇനി സൂക്ഷ്മമായി വായിച്ചു നോക്കിയിരുന്നെങ്കിൽ പല തെറ്റിദ്ധാരണകളും, ഇപ്പോൾ ഉയർത്തിക്കാണിക്കപ്പെടുന്ന പല തെറ്റിദ്ധാരണകളും സത്യത്തിൽ മാറിയേനെ. മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് അനുകൂലമായ ഒട്ടേറെ ചട്ടങ്ങൾ പുതിയ തൊഴിൽ നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില വ്യവസ്ഥകൾ അത് ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും അനുവാദമുണ്ടായിരുന്നു. കേരളത്തിലെ ഈ പറഞ്ഞ KUWJ പത്രപ്രവർത്തക യൂണിയനും ചില നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും പൊതുവെ പത്രപ്രവർത്തകരിൽ ഭൂരിഭാഗത്തിനും ലേബർ കോഡിൽ തങ്ങൾക്ക് ഗുണപരമായി അല്ലെങ്കിൽ രക്ഷയേകുന്നതായി എന്തൊക്കെയുണ്ട് എന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിലേക്ക് കടക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 1955 ജേർണലിസ്റ്റ് ആക്ട് പ്രകാരവും പിന്നെ അതിൽ വന്ന ഭേദഗതികൾ പ്രകാരവുമാണ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്താണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ഇതുവരെ.
എന്നാൽ അതിൽ പറയുന്ന വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അച്ചടി മാധ്യമ പ്രവർത്തകർ മാത്രമാണ്. അതായത് ടെലിവിഷനിലെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമ രംഗത്തെയോ ഒന്നും മാധ്യമ പ്രവർത്തകരെ ഈ ഗണത്തിൽ വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നതിൽ ജേർണലിസ്റ്റ് ആക്ട് പ്രകാരം ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങളും സംരക്ഷണവും എല്ലാം പത്രപ്രവർത്തകർക്ക് മാത്രം ബാധകമായവയുമാണ്. എന്നാൽ പുതിയ ലേബർ കോഡിൽ വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നതിന്റെ നിർവചനത്തിൽ TV, റേഡിയോ, മറ്റ് ഇലക്ട്രോണിക്, ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. OSH കോഡ് പേജ് 14 ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോലി ഭാരത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ ഏറെ അനീതികൾ നേരിടുന്ന വിഭാഗമാണ് ഇവര് എന്ന് പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ ആരോപിക്കാറുള്ളതാണ്. അവർക്കൊക്കെ നിയമപരമായ സംരക്ഷണവും അതുപോലെ തന്നെ അംഗീകാരവും ലഭിക്കുന്നതാണ് ഈ പുതിയ വ്യവസ്ഥ. ഇനി മറ്റൊന്ന് നിയമന ഉത്തരവ് സംബന്ധിച്ചുള്ളതാണ്. നിയമന ഉത്തരവ് എന്ന് പറയുമ്പം അപ്പോയിന്റ്മെന്റ് ഓർഡർ മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമായി നൽകിയിരിക്കണം എന്നുള്ള വ്യവസ്ഥ ഇന്ന് പാലിക്കപ്പെടുന്നതേയില്ല. പല സ്ഥാപനങ്ങളിലും, ചെറുകിട മാധ്യമ സ്ഥാപനങ്ങളിലെങ്കിലും അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് പുതുക്കേണ്ട സമയത്ത് പുതുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ലേബർ കോഡിൽ പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ടും അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകണം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു പുതിയ കാൽവെപ്പാണത്. വലിയ പത്രസ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞത് നേരത്തെ ഇതൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ചെറിയ സ്ഥാപനങ്ങൾ കൊടുക്കാറില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? PF അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി പോലുള്ള ആനുകൂല്യങ്ങൾ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ നിയമപരമായി നേരിടാൻ നമ്മുടെ ഈ ചെറുകിട മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെലിവിഷൻ മാധ്യമരംഗത്തെ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കാതെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇല്ല എന്നുള്ളതാണ്. അത് പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുകയാണ്. ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന് ഇതുവരെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകിയിട്ടില്ലാത്ത സ്ഥാപനങ്ങൾ കോഡ് നിലവിൽ വന്നിട്ട് 3 മാസത്തിനകം അത് നൽകിയിരിക്കണം എന്നും ഈ ലേബർ കോഡിൽ പറയുന്നുണ്ട്. OSH കോഡ് പേജ് 17 സെക്ഷൻ 6F ഇത് കാണാം. ഇനി 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജീവനക്കാർക്ക് തൊഴിലുടമ നിർബന്ധിതമായി ഓരോ വർഷവും ഹെൽത്ത് ചെക്കപ്പ് അനുവദിച്ചിരിക്കണം എന്നുള്ളത് ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തനം പോലെ ഈ പറഞ്ഞ രാപ്പകൽ ഭേദമില്ലാതെ, ചിലപ്പോൾ ഊണുറക്കമില്ലാതെ, ആരോഗ്യം നോക്കാൻ കഴിയാതെ ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന ഈ വിഭാഗത്തിന് ഇത് വളരെയധികം ഗുണകരമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. OSH കോഡ് പേജ് 17 സെക്ഷൻ സിയിലാണ് ഇത് ഉള്ളത്. ഇനിയിപ്പോ ശമ്പളം സംബന്ധിച്ച് ആകെ ശമ്പളത്തിന്റെ 50% എങ്കിലും, കുറഞ്ഞത് 50% അടിസ്ഥാന ശമ്പളമായിരിക്കണം എന്ന വ്യവസ്ഥ അത് വളരെയധികം ഗുണകരമാണ് ഈ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. പല സ്ഥാപനങ്ങളും ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അടിസ്ഥാന ശമ്പളം വളരെ കുറച്ച് വെച്ചിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ കൂടുതൽ നൽകുന്ന ഒരു രീതി അനുവർത്തിച്ചു വരുന്നുണ്ട്. ഇത് പുതിയ കമ്പോളവൽക്കരണ കാലത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇതിൽ പ്രത്യേകിച്ച് ചില താല്പര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ PF വിഹിതം കുറച്ചടച്ചാൽ മതി, അല്ലെങ്കിൽ അടിസ്ഥാന വേതനം കുറച്ച് കാണിച്ചാൽ ഗ്രാറ്റുവിറ്റി നൽകുമ്പം അത് കുറച്ച് തുക കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ കണ്ടിട്ടാണ് കമ്പനികൾ ഇത് ചെയ്യുന്നത്, അത് വെറുതെ അല്ല. എന്നാൽ ഈ പുതിയ നിയമപ്രകാരം ഈ തട്ടിപ്പും നടക്കില്ല. അതായത് അടിസ്ഥാന ശമ്പളം, ബേസിക്കും DAയും റീറ്റെയിനിങ് അലവൻസും അതുണ്ടെങ്കിൽ അതും ആ ചേർത്തിട്ടുള്ള തുക 50% ഇല്ലാത്ത പക്ഷം അധികമായി നൽകിയ തുക എത്രയാണോ വരുന്നത് ആ തുക അടിസ്ഥാന ശമ്പളത്തോട് ചേർത്തിട്ടായിരിക്കണം PF, ഗ്രാറ്റുവിറ്റി, അതുപോലുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ നൽകുന്നത്. ഇത് വളരെ ആകർഷകമായ, ലേബർ കോഡിൽ വന്നിട്ടുള്ള വളരെ ആകർഷകമായിട്ടുള്ള പുതിയ ഒരു വ്യവസ്ഥയാണ്. ഇനിയിപ്പം പുതിയത് വരുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള ആനുകൂല്യങ്ങൾ, മാധ്യമപ്രവർത്തകർക്കുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ പത്രപ്രവർത്തകരെ സംബന്ധിച്ച് ജേർണലിസ്റ്റ് ആക്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ ജേർണലിസ്റ്റ് ആക്ട് പ്രകാരം കിട്ടിയിരുന്ന ഭൂരിഭാഗം അവകാശങ്ങളും, മിക്ക അവകാശങ്ങളും ഇതിൽ പുതിയ ലേബർ കോഡിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് സത്യത്തിൽ ഇത് മനസ്സിലാക്കാണ്ട് ചില പത്രങ്ങള് അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഈ ശമ്പളവും അവധി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യത്തിൽ മാധ്യമപ്രവർത്തകർ ഇതിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് കരുതലോടെ ഇരുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. സത്യത്തിൽ ഇത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിന് ലേബർ കോഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. പിന്നീട് കുറ്റം പറഞ്ഞിട്ട് അതുകൊണ്ട് ആർക്കും ഫലം ഉണ്ടാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ മറ്റു മേഖലകളിലൊക്കെ ജോലി സമയം 8 മണിക്കൂറാണ് എന്നത് ഈ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അത് ബാധകമല്ല. അതുപോലും പല മാനേജ്മെന്റുകളും അല്ലെങ്കിൽ പത്രപ്രവർത്തകർ തന്നെയും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ജോലി സമയം ആണെങ്കിൽ, അതിന്റെ കാര്യമാണെങ്കിൽ, അത് ജേർണലിസ്റ്റ് ആക്ടിൽ ഉണ്ടായിരുന്ന പല വ്യവസ്ഥകളും അതേപടി ലേബർ കോഡിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമത്തെ കാര്യം,
ജോലി സമയം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വർക്കിംഗ് ജേർണലിസ്റ്റ് തുടർച്ചയായ 4 ആഴ്ചകളിൽ 144 മണിക്കൂറുകളാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 144 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യേണ്ടതുള്ളൂ എന്ന് കോഡ് ഓൺ ഓക്യുപ്പേഷനിൽ സേഫ്റ്റി ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 28 സെക്ഷൻ 25(2). തുടർച്ചയായ 7 ദിവസത്തിൽ 24 മണിക്കൂർ വിശ്രമ സമയം അനുവദിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് ഡേ കൊടുക്കണം. അതുകൂടെ കണക്കൂട്ടി നോക്കുമ്പോൾ 4 ആഴ്ചയിൽ 28 ദിവസത്തിൽ 4 ഓഫ് ഡേ കഴിച്ചാൽ ബാക്കി 24 ദിവസമാണ് ഉണ്ടാകുക. ഈ 24 ദിവസത്തിലാണ് 144 മണിക്കൂർ ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 144 മണിക്കൂർ മാത്രം ഈ ദിവസങ്ങളിൽ ജോലി ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പരമാവധി ചെയ്യേണ്ടത് 6 മണിക്കൂർ ജോലിയാണ്. ഇനി അതിൽ തന്നെ ജോലി രാത്രിയാണെങ്കിൽ 5.5 മണിക്കൂർ ചെയ്താൽ മതി എന്നും വ്യവസ്ഥയുണ്ട്. ലേബർ കോഡിൽ OSH ഡ്രാഫ്റ്റ് റൂൾസ് പേജ് 108, 109 സെക്ഷൻ 36, 37. ഇനി പത്രപ്രവർത്തകരുടെ ജോലിയുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ പല ജോലിയും ഈ പറയുന്നത് പോലെ 6 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു, അവിടെ വെച്ച് പത്രപ്രവർത്തകൻ എന്റെ 6 മണിക്കൂർ കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ മടങ്ങി പോവുകയാണെന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വിടുന്ന ഒരു മാധ്യമ പ്രവർത്തനം, അത് വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ വലിയ തുക മുടക്കിയിട്ടാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ അയക്കുക. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, കളിയുടെ അവസാനം വരെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാം എന്നുള്ളതും ലേബർ കോഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന ജോലിയെ പറ്റി അതിന്റെ വ്യവസ്ഥ എന്താന്ന് വെച്ചാൽ, വീക്ക്ലി ഓഫ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 6 ദിവസം ജോലി ചെയ്യേണ്ട സമയം പരമാവധി 36 മണിക്കൂർ എന്നുള്ള വ്യവസ്ഥ ഇത്തരം അസൈൻമെന്റിന്റെ കാര്യത്തിലൊക്കെ ബാധകമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഈ രീതിയിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നാൽ എത്ര സമയമാണോ കൂടുതൽ ചെയ്യേണ്ടി വന്നത് ആ സമയം 7 ദിവസത്തിനകം തുല്യ സമയം വീതം ജോലിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. ജേർണലിസ്റ്റ് ആക്ടിൽ ഈ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് അതേപടി നിലനിർത്തി എന്ന് മാത്രമല്ല, പകരം സമയം വിശ്രമം അനുവദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജോലി ചെയ്ത അധിക സമയത്തിന് നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടി നിരക്കിൽ ഓവർ ടൈം അലവൻസ് അനുവദിക്കണം എന്ന പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. ജേർണലിസ്റ്റുകളിൽ മാനേജീരിയൽ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിലുള്ളവരെ മാത്രമാണ് ഈ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഞാൻ അല്ലാത്ത രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. OSH ഡ്രാഫ്റ്റ് റൂൾസ് പേജ് 109 സെക്ഷൻ 39 ഇത് കാണാം. ഇത് ഒരു നേരും നിറയുമില്ലാതെ ജോലി സമയത്തെക്കുറിച്ച് ഒരു വ്യവസ്ഥയുമില്ലാതെ പണിയെടുപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ അധിക സമയം ജോലി ചെയ്തതിന് പകരമായി ഓഫ് ലഭിക്കുക എന്നത് മാധ്യമപ്രവർത്തകർക്ക് കിട്ടില്ല എന്ന് നന്നായി അറിയാം. എങ്കിൽ ചട്ടപ്രകാരമുള്ള ഇരട്ടി വേതനം തരൂ എന്ന് ചോദിക്കാൻ പോലും അതിനെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് കഴിയണം. അല്ലാതെ ലേബർ കോഡാണ് ഇതിന്റെയൊക്കെ കാരണം, ലേബർ കോഡ് നിമിത്തം ഇല്ലാതെയായി എന്ന് പറയുന്നത് അത്തരത്തിലൊരു വ്യാഖ്യാനം സൃഷ്ടിക്കുന്നത് സത്യത്തിൽ മാധ്യമപ്രവർത്തകര് അല്ലെങ്കിൽ തൊഴിലാളികളോട് എന്താ പറയാ അവരോട് ഒരു മോശം സമീപനം കൈക്കൊള്ളുന്ന മാനേജ്മെന്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരോ ഉണ്ടാക്കുന്ന ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. അല്ലെങ്കിൽ അവർ നടത്തുന്ന കൈകടത്തലിലൂടെ ഇത് തെറ്റായി മനസ്സിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ നിർഭാഗ്യവശാൽ ഉണ്ട്. ജേർണലിസ്റ്റുകളുടെ അവധിയുടെ കാര്യം ജേർണലിസ്റ്റ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അവധി സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ ലേബർ കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷം 10 ഹോളിഡേ അവധി ദിവസങ്ങൾ, 15 കാഷ്വൽ ലീവ്, അതുപോലെ വീക്ക്ലി ഓഫ് ഡേ, ഇത് 3 ഉണ്ടാവണം എന്ന് മാത്രമല്ല ഇതെല്ലാം ജോലി ചെയ്ത ദിവസമായി തന്നെ ആയിട്ടാണ് കണക്കാക്കുക. അത് പ്രകാരം 11 ദിവസത്തിന് ഒരു ദിവസം എന്ന കണക്കിൽ വർഷത്തിൽ 33 ഏൺഡ് ലീവ് ഉണ്ടാവും. 18 ദിവസത്തിന് 1 ആ കണക്കില് ഹാഫ് പേ മെഡിക്കൽ ലീവ് ഉണ്ടാവും. ഈ മെഡിക്കൽ ലീവ് വേണമെങ്കിൽ പൂർണ്ണ വേതനത്തോടെ പൂർണ്ണമായ ശമ്പളത്തോടെ 10 ദിവസം ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ജേർണലിസ്റ്റ് ആക്ടിൽ ഉണ്ടായിരുന്ന ഈ ക്വാറന്റൈൻ ലീവ്, അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ലീവ്, സ്റ്റഡി ലീവ്, ഇതെല്ലാം ലേബർ കോഡിൽ നിലനിർത്തിയിട്ടുണ്ട്. OSH കോഡ് പേജ് 28 സെക്ഷൻ 25(3). മറ്റ് തൊഴിൽ മേഖലകളിൽ ഗ്രാറ്റുവിറ്റിക്ക് 5 വർഷം സേവനം വേണം എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്ക് 3 വർഷം മതി എന്ന് വ്യവസ്ഥ നേരത്തെ ഉള്ളത് നിലനിർത്തിയിട്ടുണ്ട്. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി സെക്ഷൻ 53. സ്ഥാപനങ്ങൾ മാറുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള മാധ്യമപ്രവർത്തകർക്കൊക്കെ ഇത് വളരെയധികം ഗുണകരമായിട്ട് മാറും. ഇനി മറ്റൊന്ന്, ജേർണലിസ്റ്റ് ആക്ട് പ്രകാരം ഉണ്ടായിരുന്ന വേജ് ബോർഡ് നഷ്ടപ്പെട്ടു എന്നതാണ് പത്രപ്രവർത്തക സംഘടനകളിൽ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം. ഇതും പൂർണ്ണമായിട്ടും ശരിയല്ല. വേജ് ബോർഡിന് പകരം 5 വർഷത്തിലൊരിക്കൽ ശമ്പളം പുനർനിർണ്ണയിക്കാൻ ഒരു ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയെ നിയമിക്കണം.
അല്ലെങ്കിൽ നിയമിക്കും എന്ന് ലേബർ കോഡിൽ പറയുന്നുണ്ട്. പേജ് 16 സെക്ഷൻ 56 ഡ്രാഫ്റ്റ് റൂൾസ് വേജ് കോഡിന്റെ സെക്ഷൻ 56. ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത് തൊഴിലുടമയുടെ പ്രതിനിധി വേണം, തൊഴിലാളി പ്രതിനിധി വേണം, സർക്കാർ നിശ്ചയിക്കുന്ന സ്വതന്ത്ര അംഗങ്ങൾ വേണം. അപ്പോൾ തൊഴിലാളി സംഘടനകൾക്കും പ്രാതിനിധ്യമുള്ള ഒരു ബോഡി ആയിരിക്കും ഇത് ചെയ്യേണ്ടത്. അതാണ് നിബന്ധനയിൽ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് വേജ് ബോർഡിന്റെ കാര്യത്തിൽ അധ്യക്ഷനായി വന്നിരുന്നത് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ അവിടുന്ന് വിരമിച്ച ജഡ്ജിമാരായിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഈ ജുഡീഷ്യറി കമ്മിറ്റികളുടെ റിപ്പോർട്ട് കിട്ടാൻ വൈകും. അതുകൊണ്ട് വേതന പരിഷ്കരണം സമയബന്ധിതമായി നടപ്പാക്കുക എന്നതാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ പുതിയ വ്യവസ്ഥയിലൂടെ എന്നും കൂടെ മനസ്സിലാക്കണം. തൊഴിലാളികൾക്ക് ഇനി ഇതിനോട് യോജിപ്പില്ല എന്നാണെങ്കിൽ ഇക്കാര്യം അറിയിക്കാൻ സർക്കാർ സമയം അനുവദിച്ചിരുന്നു. കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഉൾപ്പെടെ വിയോജിപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചിട്ട് ഈ വിയോജിപ്പ് അങ്ങനെ തന്നെ സ്വീകരിച്ചു കൊള്ളുന്നില്ല. ആ നിർദ്ദേശങ്ങൾ വെക്കാം. ആ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായവയാണ് പൊതുവെ സ്വാഭാവികമായിട്ട് ഇത്തരം വ്യവസ്ഥകളിൽ ഉൾപ്പെടുത്തുക. ഈ നമ്മുടെ വേജ് ബോർഡിന് മറ്റൊരു കാര്യം പറഞ്ഞാൽ 2010 ജൂലൈയിലാണ് ഇപ്പോ പത്രപ്രവർത്തകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് മജീദിയ വേജ് ബോർഡ് പത്രസ്ഥാപനങ്ങൾ നടപ്പാക്കിയത്. 10 വർഷം കാലാവധി കണക്കാക്കിയിട്ടുണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ 2020 ജൂലൈയിൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരേണ്ടതായിരുന്നു. കഴിഞ്ഞ 5.5 വർഷത്തിനിടെ പുതിയ വേജ് ബോർഡ് വെക്കണമെന്ന ആവശ്യം പത്രപ്രവർത്തക യൂണിയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടായ്മയോ ഉന്നയിച്ചതായിട്ട് അറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നടത്തിയതുപോലെ മാധ്യമത്തിന്റെ മുന്നിൽ നടത്തിയതുപോലെയുള്ള പ്രകടമായ ഒരു സമരമോ പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധമോ ഒന്നും ഉണ്ടായിട്ട് കണ്ടിട്ടേയില്ല. ഇനി മാനേജീരിയൽ സൂപ്പർവൈസറി അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിൽ ജോലി ചെയ്യുന്നവരെ വർക്കിംഗ് ജേർണലിസ്റ്റായി പരിഗണിക്കില്ല എന്ന വ്യവസ്ഥ സത്യത്തിൽ അത് ഇപ്പോ ഉള്ളതല്ല, ജേർണലിസ്റ്റ് ആക്ടിൽ ഉണ്ടായിരുന്നതാണ്. അത് ലേബർ കോഡിലും പറയുന്നുണ്ട്. എന്നാൽ ഇത് പല പത്രസ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ശരിയായ അർത്ഥത്തിലല്ല നടപ്പാക്കുന്നതെന്ന് മനസ്സിലാക്കണം. ജേർണലിസ്റ്റിന്റെ പണിയെടുക്കുന്നതിന്റെ കൂടെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ല. ജേർണലിസ്റ്റ് ആയിരുന്ന ഒരാള് ദൈനംദിന പത്രപ്രവർത്തന മാധ്യമ പ്രവർത്തന ജോലിയിൽ നിന്ന് വിട്ടിട്ട് മാനേജീരിയൽ സൂപ്പർവൈസറി അഡ്മിനിസ്ട്രേറ്റീവ് അത്തരത്തിലുള്ള ജോലിയിലേക്ക് പൂർണ്ണമായിട്ട് മാറിയാൽ മാത്രമാണ് വർക്കിംഗ് ജേർണലിസ്റ്റ് അല്ലാതെ ആകുള്ളൂ. അത്തരത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ഒരു വളരെ ചുരുക്കം എണ്ണം ആൾക്കാരെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്നാൽ പല മാധ്യമ സ്ഥാപനങ്ങളിലും ന്യൂസ് എഡിറ്റർ തസ്തികയിലേക്ക് ഒക്കെ പ്രവേശിക്കുമ്പോൾ ആ ഒരു പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ തന്നെ ജേർണലിസ്റ്റുകളെ മാനേജീരിയൽ സ്റ്റാഫാക്കി മാറ്റിയിട്ട് പത്രപ്രവർത്തകർക്കുള്ള ഈ വേജ് ബോർഡിൽ നിന്ന് അവരെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ചീഫ് ന്യൂസ് എഡിറ്റർ, അസോസിയേറ്റ് എഡിറ്റർ അതൊക്കെ വേജ് ബോർഡ് ശമ്പള സ്കെയിലിൽ ഉള്ളവരാണ് സത്യത്തിൽ. അങ്ങനെ അതാണ് വസ്തുത. എന്നാൽ അത് പത്രപ്രവർത്തകരെ മനസ്സിലാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പത്രപ്രവർത്തക യൂണിയനുകൾ ചോദ്യം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അവരൊക്കെ ഈ ജേർണലിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഇനി മറ്റൊരു കാര്യം, നിലവിലുള്ള വേതനം വെട്ടിക്കുറയ്ക്കാനാവില്ല എന്നുള്ളതാണ്. മിനിമം വേതനം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് ഓരോ സംസ്ഥാനത്തിനും അതത് സ്ഥലത്തെ മിനിമം വേതനം നിശ്ചയിക്കാം എന്നുണ്ടെങ്കിലും അത് കേന്ദ്രം നിശ്ചയിച്ചതിലും കുറയാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. എന്ന് മാത്രമല്ല, നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വേതനം കേന്ദ്രം നിശ്ചയിച്ച കുറഞ്ഞ വേതനത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ മിനിമം വേതനത്തിലേക്ക് കുറക്കാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. വേജസ് കോഡ് സെക്ഷൻ 9 ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ സത്യത്തിൽ ഈ വ്യവസ്ഥയുടെ അതിന്റെ ഒരു നിയമപരമായ വ്യാഖ്യാനം അനുസരിച്ച് നിലവിൽ പത്രപ്രവർത്തകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മജീദിയ വേജ് ബോർഡ് ശമ്പള വ്യവസ്ഥ സർക്കാർ പറയുന്ന മിനിമം വേജ് നിബന്ധനയേക്കാൾ കൂടുതലാണെങ്കിലും അത് വെട്ടിക്കുറയ്ക്കാൻ മാനേജ്മെന്റുകൾക്ക് സാധിക്കുകയുമില്ല. അപ്പൊ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരത്തെ അച്ചടി മാധ്യമങ്ങളിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന പത്രപ്രവർത്തകർക്ക് മാത്രം കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ദൃശ്യ മാധ്യമ മേഖലയിലും ഡിജിറ്റൽ മാധ്യമ മേഖലയിലും ഒക്കെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെയുള്ള ജേർണലിസ്റ്റ് ആക്ടിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകളിൽ നല്ലത് എന്ന് തോന്നാവുന്നത് ഏതാണ്ടെല്ലാം തന്നെ നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അവയൊക്കെ കാലികമായി പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് ലേബർ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ ലേബർ കോഡിനെ വിമർശന ബുദ്ധിയാ കാണുന്നത്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പത്രപ്രവർത്തകർക്ക് ശമ്പളം നൽകാത്ത ജമാഅത്തെ ഇസ്ലാമി ഉടമസ്ഥതയിലുള്ള മാധ്യമ മാനേജ്മെന്റിൽ ലേബർ കോഡ് വഴി എന്തോ ഒരു ദോഷകരമായ സാഹചര്യം സൃഷ്ടിക്കാനും കൂടി ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തുന്നത് സത്യത്തിൽ മാധ്യമത്തിലെ പത്രപ്രവർത്തകരോട് പൊതുസമൂഹത്തിന്റെ ഐക്യദാർഢ്യമുണ്ട്. ആ ഐക്യദാർഢ്യത്തെ നഷ്ടപ്പെടുത്താനും അതോടൊപ്പം തന്നെ തെറ്റായ വിവരം സമൂഹത്തിലേക്ക് പടർത്താനും മാത്രമേ സഹായകമാവുകയുള്ളൂ.
ഒരു കാരണവശാലും പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ, അഭ്യുദയകാംക്ഷികൾ ഒന്നും തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.